ഞാൻ ഇപ്പം തകഴിയെക്കുറിച്ച് പറയുമ്പോൾ തകഴി എടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ട് ചാരത്തിരുന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ അദ്ദേഹം ആകാശവാണിക്ക് വേണ്ടി ഞങ്ങളുടെ ഇല്ലം നിറ വല്ലം നിറ എന്ന് പറയുന്ന നെൽകൃഷിയെക്കുറിച്ചുള്ള ഒരു പരമ്പര നമ്മൾ ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തോടു കൂടിയാണ് അത് തുടങ്ങുന്നത്. അതായത് 6 മാസം നീണ്ടു നിന്ന ഒരു പരമ്പരയായിരുന്നു. അദ്ദേഹമാണ് അത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തോടു കൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു പച്ചയായ മനുഷ്യൻ, അതാണ് അതിൻ്റെ സത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും പച്ചയായ ഒരു ഈ കൃഷിക്കാരിലെ എഴുത്തുകാരനും എഴുത്തുകാരിലെ കൃഷിക്കാരനുമായിരുന്നു അദ്ദേഹം. നമ്മുടെ കുട്ടനാട്ടിലെ ചെളിയുടെ മണം ശരിക്കും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലുണ്ടായിരുന്നു. ദേഹത്ത് മാത്രമല്ല, വർത്തമാനത്തിൽ പോലും ചെളിയുടെ മയവും മണവുമുള്ള ഒരാളാണ് അദ്ദേഹം. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് പലപ്പോഴും മണം, കാരണം ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഓരോ കേരളീയനും ശരിക്കും പറഞ്ഞാൽ തകഴി എന്ന് പറയുന്ന ആ 3 അക്ഷരത്തെ തൊട്ട് നമിക്കേണ്ടതാണ്. കാരണം അത്രമാത്രം ഞാൻ ഈ കുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ ഇപ്പോൾ ഈ ഫാം ജേർണലിസവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഞാൻ അവരോട് വായിക്കാൻ പറയുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ രണ്ടിടങ്ങഴി. നിങ്ങൾ ഈ പലപ്പോഴും ഈ കൃഷിശാസ്ത്രജ്ഞന്മാർ കാർഷിക സർവകലാശാലയിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരിപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൃഷിക്കാരനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൃഷി അറിവിന് നന്നായി മലയാള ഭാഷയിൽ എഴുതുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് നല്ലവണ്ണം ചില സാങ്കേതിക പദങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന വാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃഷിക്കാരന് പെട്ടെന്ന് ഒരു സാധാരണ കൃഷിക്കാരന് മനസ്സിലാകുന്ന വാക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു വലിയ പരിമിതിയാണ്. അവർ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്. അപ്പം ഞാൻ അതിന് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾ തകഴി ശിവശങ്കരൻ, തകഴി ചേട്ടൻ്റെ പുസ്തകങ്ങൾ വായിക്കൂ, നിങ്ങൾ രണ്ടടങ്ങഴി വായിക്കൂ. നിങ്ങൾക്ക് ഭാഷ, കാരണം ഒരുപക്ഷെ കുട്ടനാട്ടിലെ കൃഷിയെക്കുറിച്ച് ഇത്രമാത്രം സംജ്ഞകൾ, ഇത്രമാത്രം കാർഷിക സംജ്ഞകൾ നമുക്ക് നുള്ളിപ്പെറുക്കിയെടുക്കാം. അതിൽ നിന്ന് ഓരോ പേജിലും കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളുടെ വലിയൊരു തിരയിളക്കമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 2 പ്രാവശ്യം തകഴി ശിവശങ്കരപിള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കൂ, അദ്ദേഹത്തിൻ്റെ രണ്ടിടങ്ങഴി വായിക്കൂ. അത് വായിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നത്തിനൊരു പരിഹാരം അതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് പരിഹൃതമാകും. കാരണം അത്രയും വലിയ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ചെമ്മീൻ ഇപ്പോഴും നമ്മളിൽ ജീവിക്കുകയാണ്. ഈ മധു എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും മലയാളി മൊത്തത്തിൽ അദ്ദേഹം എത്രയോ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. പക്ഷേ മധു എന്ന് പറയുന്ന ആ ചലച്ചിത്ര നടനെ നമ്മളിപ്പോഴും അടയാളപ്പെടുത്തുന്നത് ഈ ചെമ്മീനുമായി ചേർന്നാണ്. അപ്പോൾ ചെമ്മീൻ എഴുതിയ തകഴിക്കേ കഴിയുള്ളൂ. കാരണം തകഴി ജീവിതത്തെ കണ്ടു വളർന്ന ആളാണ്. അത് അദ്ദേഹം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചെഴുതിയ കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള തകഴിയെ കേരളം വിസ്മരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അത്രമാത്രം പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അർഹമായ ഒരു പ്രാധാന്യം, ഇപ്പം മറ്റു പലയിടത്തും ഇതുപോലെയുള്ള ഒരു സാഹിത്യകാരൻ ജനിച്ചു വളർന്ന് ഭാഷയ്ക്ക് വേണ്ടിയും നമ്മൾക്ക് സാഹിത്യ ലോകത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എക്കാലവും ജീവിക്കത്തക്കവണ്ണമുള്ള ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ തകഴിയുടെ ഏറ്റവും വലിയ സ്മാരകം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേറെ ആരും അദ്ദേഹത്തിന് ഒരു സ്മാരകവും പണിയണ്ട. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ലോകമുള്ളൊരു കാലവും ജീവിക്കും, അതിനൊരു തർക്കവുമില്ല. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്മാരകം വേണം. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തിട്ടൊരു സ്മാരകമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടി ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ, തകഴി ജീവിച്ച തകഴിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ തകഴിയുടെ ജീവിതത്തെ അവിടെ നിന്ന് നമുക്ക് ആ ഭിത്തി ചിത്രങ്ങളിലൂടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയണം. തകഴിയുടെ മുഴുവൻ കഥാപാത്രങ്ങളെയും നമുക്ക് അവിടെ നമുക്ക് ആലേഖനം ചെയ്ത് വയ്ക്കാം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ അവിടെ നമുക്ക് പുസ്തകങ്ങളിലെ ഓരോ കാര്യങ്ങളും നമുക്കവിടെ സൂചിപ്പിക്കാൻ കഴിയും. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആ തകഴിയിലെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളിപ്പോഴും അത് ഒരു വീടിനപ്പുറത്തേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അന്നൊരു സമയത്ത് അത് ഏറ്റെടുത്തു എന്നതിനപ്പുറത്ത് അതിനനുബന്ധമായ കാര്യങ്ങൾ ധാരാളം. ഇപ്പോൾ ഒരു വിദേശത്തായിരുന്നു, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തായിരുന്നു ഇതുപോലെ ഒരു സാഹിത്യകാരൻ്റെ വീട് ഒരു മ്യൂസിയമായി മാറുന്നതെങ്കിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടെ വരുമായിരുന്നു അത് കാണുവാൻ. ഇപ്പം നമുക്ക് തകഴിച്ചേട്ടൻ്റെ വീട്ടിൽ പോയാൽ എന്ത് കാണാനാണ്? ഇവിടെയാണ് തകഴി എന്ന് പറയുന്ന വിശ്വസാഹിത്യകാരൻ താമസിച്ചിരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ പുതിയ തലമുറയ്ക്ക് അതല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ അവിടെ നിന്ന് നോക്കിക്കാണാൻ കഴിയണം.
അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ അവിടുന്ന് കാണാൻ കഴിയണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമുക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ, അവിടെ ആലേഖനം ചെയ്ത് വെക്കുവാൻ കഴിയണം. അങ്ങനെയൊക്കെ ഇന്ന് ആധുനിക ലോകത്ത് എന്തെല്ലാം, ഇപ്പോൾ AI കാലമാണിത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആ വീട്ടിൽ നമുക്ക് ഈ പുതിയ കാലത്ത് നിന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയും. അപ്പോൾ എന്തുവരും, തകഴിയെ ആ വീട് അന്വേഷിച്ച ആളുകൾ എത്തും, തകഴി സ്മാരകം അന്വേഷിച്ച ആളുകൾ വരും. കാരണം അത് കേരളത്തിലൂടെ ഒരു അടയാളപ്പെടുത്തലാണ്. കേരളത്തെ, തകഴിയിലൂടെ കേരളത്തെ കൂടിയാണ് അറിയുന്നത്, നമ്മുടെ സാഹിത്യത്തെയാണ് അറിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം, ഒരു ദൂരക്കാഴ്ചയോടുകൂടി അത് ചെയ്യാൻ കഴിയണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വീട് സ്മാരകമാണ്, വർഷത്തിലൊരിക്കൽ നമ്മൾ ഒരു ചരമ ശുശ്രൂഷ പോലെ അവിടെ കൂടി പിരിഞ്ഞ് വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ ചിലത് അവശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. അതിനകത്ത് നമ്മളെല്ലാം കുറ്റക്കാരാണ്. ഇപ്പം ഈ പറയുന്ന ഞാനടക്കം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത് നമുക്കുമുണ്ട് ഉത്തരവാദിത്വം, സർക്കാരിനുണ്ട് ഉത്തരവാദിത്വം, സാംസ്കാരിക വകുപ്പിനുണ്ട്. അത് ഏറ്റെടുത്തടത്ത് അവസാനിപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. നമുക്ക് അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ വിശാലമായി, എത്രയോ കുറച്ചുകൂടി ഔന്നത്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് കൂട്ടായ ഒരു ആലോചനയുണ്ടെങ്കിൽ ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ സാക്ഷ്യമായിരിക്കും, ഒരു സാഹിത്യ സാംസ്കാരിക സംസ്കൃതിയുടെ ഒരു സാക്ഷ്യമായി ആ തകഴി സ്മാരകത്തെ മാറ്റുവാൻ കഴിയും.